നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM-ന്റെയും CPI-യുടെയും ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ വീടുകൾ കയറി പാർട്ടിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുകയും ജനങ്ങളെ കേൾക്കുകയുമാണ് ലക്ഷ്യം. മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് MA ബേബി. വളരെ ഗൗരവമായിട്ട് ഈ ഗൃഹസന്ദർശനത്തോട് പ്രതികരിക്കുകയുണ്ടായി. CPM-നും LDF-നും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഉണ്ടായില്ല. പല സ്ഥലത്തും തിരിച്ചടികളുണ്ടായി. ഉത്തരേന്ത്യയിലെ ഈ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നത് പോലുള്ള വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ രീതി കേരളത്തിലേക്കും തിരുവനന്തപുരം നഗരത്തിലേക്കും ഒക്കെ RSS കൊണ്ടുവരികയാണ്. കോൺഗ്രസും UDF-ഉം മുസ്ലിം ലീഗും ഈ തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലാണ് CPI-യുടെ ഗൃഹസന്ദർശനത്തിന് തുടക്കമായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരമുള്ള ഭവന സന്ദർശന പരിപാടി ഇന്ന് ആരംഭം കുറിക്കും. ഇതിന്റെ ഭാഗമായി പാർട്ടി സഖാക്കൾ എല്ലാ ബ്രാഞ്ചുകളിലെയും എല്ലാ വീടുകളിലും പോകും. സംസാരിക്കുന്ന കൂടെ രാഷ്ട്രീയം പറയും, അനുഭവങ്ങൾ പറയും, നിർദ്ദേശങ്ങൾ കേൾക്കും, ഉപദേശങ്ങൾ ആരായും, വിമർശനമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. റിനു, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാഠം അത് ഉൾക്കൊണ്ട് CPIM-ഉം CPI-യും വീടുകൾ കയറുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് LDF-ന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ഗൃഹസന്ദർശന പരിപാടി നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഉൾപ്പെടെ ഈ വീടുകളിലേക്ക് നേരിട്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടെ എണ്ണിപ്പറയുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മണ്ണന്തലയിൽ MA ബേബി CPM ജനറൽ സെക്രട്ടറി നേരിട്ട് ഗൃഹസന്ദർശന പരിപാടി നടത്തി എന്നുള്ളതാണ്. ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി MV ഗോവിന്ദനും തിരുവനന്തപുരത്ത് വീടുകൾ കയറി ഇറങ്ങും എന്നുള്ള ഒരു കാര്യവും നമുക്കറിയാം. ഒപ്പം CPI സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിലും വീടുകളിൽ എത്തി ജനങ്ങളെ നേരിട്ട് കാണുകയാണ്. CPM നേതാക്കളുടെ ഗൃഹസന്ദർശനം കോഴിക്കോട് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേറ്റ പരാജയം മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് പാർട്ടിയെ അല്ലെങ്കിൽ CPM-നെയും CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെയും LDF-നെ മൊത്തത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വലിയ പ്രതികരണം ഉണ്ടാകുന്നു, അനുകൂല സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ തന്നെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. ഉന്മേഷ്, ശരി. റിനു ശ്രീധറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് CPIM-ന്റെയും CPI-യുടെയും ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.